പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണപ്രകാരമാണെന്ന് വിവരാവകാശ രേഖ. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ടൂറിസം വകുപ്പിൻ്റെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയ വ്ളോഗർമാരുടെ പട്ടിക പുറത്തുവന്നു. ഇതിൽ ജ്യോതി മൽഹോത്രയുടെ പേരുണ്ട്. 3 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള ഇവരുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ ആകെ 487 വീഡിയോകളാണുള്ളത്. ഇതിൽ നല്ലൊരു പങ്കും പാകിസ്ഥാനിൽ നിന്നുള്ളതാണ്. ഇത്തരം ഒരാളെ എന്തിന് സർക്കാർ സ്പോൺസർ ചെയ്തു എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. മാത്രമല്ല, ടൂറിസം വകുപ്പാണ് ജ്യോതി മൽഹോത്രയുടെ യാത്രയുടെയും താമസത്തിൻ്റെയും അടക്കം മുഴുവൻ ചെലവുകൾ വഹിച്ചത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് വിവരാവകാശ രേഖ വിവരങ്ങൾ. ജ്യോതി മൽഹോത്രയുടെ യാത്ര സ്പോൺസർ ചെയ്തത് കേരള ടൂറിസമാണെന്ന് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം ആരോപിച്ചിരുന്നു. പാക് ബന്ധമുള്ള ഒരു ചാരന് കേരളം എന്തിനാണ് ചുവപ്പ് പരവതാനി വിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഈ വർഷം ജനുവരിയിലാണ് യുവതി കേരളത്തിലെത്തിയത്. 7 ദിവസത്തോളം ഇവിടെ തങ്ങുകയും ചെയ്തു. ഇതിനിടെ കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ തുടങ്ങി വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വ്ളോഗ് ചെയ്തിരുന്നു. യൂട്യൂബ് ചാനലിൽ കേരളത്തിൽ നിന്നുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് യുവതി പിടിയിലായത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായവരിൽ പ്രധാനിയായിരുന്നു ഹരിയാന സ്വദേശിയായ യൂട്യൂബർ. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാരസംഘടനയിൽപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയതായും അവരുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്.